എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൗലിയിൽ മയിൽ പീലി ചാർത്തി എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അനുപല്ലവിക്ക് പോകുമ്പോൾ കഞ്ചവിലോചനൻ ഗാദപദാസദപഗരിസ കഞ്ചവി ഗാദപദാസദപഗരിസ ലോചനൻ ഗാദപദാസദപഗരിസ കഞ്ചവിലോചനൻ കണ്ണൻ്റെ കണ്ണിലെ അവിടെ സെയിം തന്നെ വൺ കണ്ണൻ്റെ ഗാദപ ദാസദപഗരിസ കണ്ണിലെ ദാസദപഗരിസ വൺ ഗാദപദാസദപഗരിസ രണ്ടും ഒരേ സ്വരങ്ങളാണ്, പക്ഷെ ഓഫ് ബീറ്റാണ്. തക്കിട്ട ഗാദപദാസദപഗരിസ ഗാദപദാസദപഗരിസ വൺ അഞ്ജന നീലിമ കണി കാണണം അഞ്ജന സരിഗപ സരിഗപ അടിയുണ്ട് വൺ സരിഗപ വൺ അഞ്ജന നീലിമ ധനി ധനി ദസനി പപ്പ ധനി ദസനി പപ്പ അവിടെ ടച്ച് നിഷാദം ടച്ച് തന്നെ ധനി ദസനി പപ്പ കണി കാണണം ദദ ദസ പദ ദദ ദസ പദ അപ്പൊ ഫുൾ വായിക്കാം. ഗദപദാസദപഗരിസ ഗദപദാസദപഗരിസ സരി ഗപദസനി ധനി ദസനി പപ ദദ ദസ പദ സരി സരി ഗപ സഗരി ഗപ ധനി ദസനി പപ ദദ ദസ പദ കണി കാണണം. അത്ര രണ്ടു തവണ ഉണ്ട്. അപ്പം വൺ രണ്ട് തവണ വരും. അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്കരണ്ടിലും പുണ്യം തുളുമ്പുന്ന അതും തകിട പാദസ ഉണ്ണിക്കൈ രീകരിച്ചതപ രണ്ടിലും തകിട പാദസ രീകരിച്ചതപ തകിട ഉണ്ണിക്കൈ രണ്ടിലും തകിട പുണ്യം തരുൺ പുണ്യം തുളുമ്പുന്ന പദസ പദസ ദ പ പ പ പ പ
പദസ ദപ പുണ്യം തുളുമ്പുന്ന പാ. അത് അപ്പൊ രണ്ട് തവണയുണ്ട്. രണ്ടാമത്തെ തവണ ചിത്ര ഒരു ടച്ച് ഇട്ടുണ്ട്. പദസ പദരിസദ പ പുണ്യം തു പദസ പദരിസദ പ അങ്ങനെ ഇട്ടുണ്ട്. പുണ്യം തുളുമ്പുന്ന വെണ്ണക്കുടങ്ങളും പദ പഗത പരിരി കണി കാണണം നിന്റെ ഗരിരിസ കണി കാണണം നിന്റെ ഉണ്ണിക്കരണ്ടിലും പുണ്യം തുളുമ്പുന്ന വെണ്ണക്കുടങ്ങളും കണി കാണണം നിന്റെ. അത്രയും വായിക്കാം. പൊന്നോട കുഴൽ കണി കാണണം സരിഗ പരി സ പൊന്നോട കുഴൽ സരിഗ പരി സ കണി കാണണം. അപ്പോൾ ഇത്രയും വരും. അപ്പം ഇത് മുഴുവനായിട്ട് വായിക്കാൻ ശ്രമിക്കാം. അനുപല്ലവി. നമ്മൾ പല്ലവിയുടെ അവസാനം വായിച്ച ഗ ഗ പ പ പ പദ രി രി ഗ ഗ ഗ പഗരി സരി ഗ ഗ പ പ പ പദ രി രി ഗ ഗ ഗ. അത് വരും. അത് കഴിഞ്ഞിട്ട് പല്ലവി ആദ്യത്തെ 2 ലൈൻ മാത്രം വരും. മൗലിയിൽ മയിൽ പീലി ചാത്തി മഞ്ഞപ്പട്ടാമ്പരം ചാത്തി. അവിടെ ചെറിയൊരു ചേഞ്ച് വരും. അവിടെ സായിലേക്ക് ഷഡ്ജത്തിലേക്ക് വരും ആ സ്ഥലം. അത് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഇങ്ങനെ വരും.
അത്രേ ഉള്ളൂ. അനുപല്ലവി, ഇടയ്ക്കുള്ള പല്ലവി. ഇനി ചരണം സെയിം തന്നെയാണ്. ചരണം ആദ്യം ഒരു കോറസൊക്കെ വരും. അപ്പോൾ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ബാക്കി ഏകദേശം ട്യൂൺ സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് പഠിപ്പിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ എന്നെ 9442000365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. പിന്നെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കെല്ലാം എത്തിക്കണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ ചരണവും അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.